എല്ലാം കൊണ്ടും കമ്പാക്ക് എന്ന് പറയാൻ ഉണ്ട്. കാരണം പവിട്ടൊക്കെ പോലെയൊന്നും അല്ല, ഇത് കുറച്ചും കൂടെ വളരെ ഫാമിലി. അടുത്ത കാണാം അയാൾ തിരിച്ചു വന്നെന്ന് പറയും പോലെ തന്നെ. കാരണം ഒരു നോർമൽ കഥ അത് തന്നെയാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ക്ലൈമാക്സ് വരെ അത് തന്നെയാണ്. എല്ലാം കൊണ്ടും ദിലീപേട്ടൻ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പൊ ഒരു ദിലീപ് ഫാനാണ്. ഈ റിവ്യൂ പറയുമ്പോൾ എല്ലാവരും പറയും ഒരു ഫാൻ ആയതുകൊണ്ടായിരിക്കും ഞാൻ പറയണത്. ഒരിക്കലും അല്ല. ഞാൻ ഇപ്പൊ 100-110% തിയേറ്ററിൽ നിന്ന് കൺവിൻസ് ആയിട്ടാണ് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം എന്ത് കഴിഞ്ഞാലും ഞാൻ ദിലീപ് ഫാനാന്നുള്ള രീതിയിലൊരു മാറ്റവും ഇല്ല. അത് എപ്പോഴും എല്ലാ കാര്യവും അങ്ങനെ നിൽക്കും. അവർ പറയുന്ന എനിക്ക് ഈ സിനിമ ഒരു പ്രാവശ്യം കൂടെ കാണണം, അങ്ങനെ ഒരു റിപ്പീറ്റ് വാല്യൂ കൊണ്ടുതരുന്ന ഒരു സിനിമ. ഇതിന്റെ പ്രൊഡ്യൂസർക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിനാണ് ഒരു വലിയ സല്യൂട്ട്. കാരണം കുറെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല തിയേറ്ററിലേക്ക് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കിക്കോ, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ പടം നമ്പർ 1 ആവും. ധ്യാൻ കൊടിക്ക് ഓവറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നി അത് പേഴ്സണലാണ്. പക്ഷെ അത് കഥയുടെ ഒഴുക്കിന് പോകുമ്പോൾ അത് നെഗോഷ്യബിൾ മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഈച്ച് ആൻഡ് എവറി വൺ. അത് ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ജു പിള്ള. അയ്യോ, എന്തൊരു നടിയാണ് അവര് ശരിക്കും പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് ആണ് നൽകിയത്. അതേപോലെ ജോണി ആന്റണി എന്ന് പറയുന്ന ആക്ടർ, പിന്നെ സിദ്ദിഖിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ബിന്ദു പണിക്കർ പുതിയൊരു കുട്ടിയാണെന്ന് തോന്നുന്നു നായികയായിട്ട് വന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതല്ല ഒന്നിനെ മികവായിരുന്നു. അത് സിദ്ദിഖായിരുന്നാലും ബിന്ദു പണിക്കരൊക്കെ കോമഡിയൊക്കെ പക്ക കോമഡിയായിരുന്നു. ദിലീപേട്ടൻ്റെ കോമഡി അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാം പക്കയായിരുന്നു. ഡയറക്ടർ പക്കയായിരുന്നു. ദിലീപേട്ടനോട് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും റൊമാൻറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ റൊമാൻറ്റിക്കലായിരുന്നു. അവരെല്ലാം കോമഡി. പിന്നെ ലാസ്റ്റ് പിന്നെ നമുക്ക് എന്താ പറയാ, ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമയിലുണ്ട്. പിന്നെ ഈ ഓൺലൈൻ മീഡിയകളും അതുപോലെ തന്നെ നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കണ്ണടച്ചു. അതിൽ തന്നെ ഈ ദിലീപേട്ടൻ്റെ പടം കണ്ടിട്ട് ഓരോ കയ്യടികളും കാര്യങ്ങളുമായിരുന്നു തിയേറ്ററിനകത്ത്. എല്ലാവരും ഭയങ്കര രസമായിട്ടുള്ള ചിരിയും ഭയങ്കര രസമായിരുന്നു. ഈ പ്രായത്തിലും പുള്ളിക്ക് റൊമാൻസ് കാണിക്കുക. പിന്നെ എന്തുകൊണ്ട് എനിക്ക് റൊമാൻസ് എന്താ പറയാ, റൊമാൻറ്റിക് അല്ല, കുറച്ച് സെഡ് ആയിട്ടുള്ള എമോജി, പിന്നെ കോമഡി ആയിട്ടുള്ള ആ ജൂക്കറിനിട്ടുള്ള അതൊക്കെ നൈസ്. അതേപോലെ തന്നെ വന്നു. വേറെ ഒന്നും പറയണ്ട. ഗുഡാണ് അത്ര. പാടം നന്നായിട്ടുണ്ട്. പുള്ളി ഒന്നാമത്തെ പടം മാത്രമല്ല, കഥ വയസ്സ് നോക്കിയാൽ അവിടെ ഇവിടെ കേട്ട് കഥ ഇതൊക്കെ സോഷ്യൽ മീഡിയ ലൈഫ്, ഒരാൾ ലൈഫിൽ കയറി നാട്ടുകാരെ അറിയിക്കണം, അതിൻ്റെ ഒരു ആവശ്യം ചിന്തിക്കും. പക്ഷേ മറ്റേ ഇതിൽ മര്യാദ എടുത്തിട്ടുണ്ട്. ഫാമിലിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും. പടം വയസ്സ് കൊള്ളാം, കോമഡി കൊള്ളാം. പുള്ളി നന്നായിട്ട് ഭംഗി എടുത്തിട്ടുണ്ട്. പഴയ കമ്പാക്ക്, ദിലീപിന്റെ കമ്പാക്ക് എന്ന് പറയുന്നത് അത് പറയാം. നമ്മൾ എന്തായാലും ബാബാ ഇരിക്കുകയല്ലേ, അപ്പൊ അതെന്തായാലും